കേരളത്തിലെ റോഡുകളിലെ പെഡസ്ട്രിയൻ ക്രോസിങ്ങുകളിൽ നമ്മുടെ ഡ്രൈവർമാർ ആരും തന്നെ വണ്ടി നിർത്തി കണ്ടിട്ടില്ല. പെഡസ്ട്രിയൻസ്, അതായത് കാൽനടക്കാർക്ക് ക്രോസ് ചെയ്യാനുള്ളതാണ് സീബ്ര ലൈൻ എന്ന് അവർക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. പലപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിച്ച് കൊണ്ടുപോകും. ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു വീഡിയോ കാണാം. അത് ഈ അടുത്ത കാലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ച് കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യാൻ അങ്ങേ അറ്റം വരെ ചെന്നിട്ട് ആ ബസ്സുകാരൻ വെട്ടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇത് കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. ലോകത്ത് ഒരിടത്തും, ഈവൻ ആഫ്രിക്കയിൽ പോലും നിങ്ങൾ പെഡസ്ട്രിയൻ ക്രോസിംഗിൽ, സീബ്ര ക്രോസിംഗിൽ നിന്നാൽ വണ്ടികൾ നിർത്തി കൊടുക്കും. യൂറോപ്പിലോ മിഡിൽ ഈസ്റ്റിലോ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഇതെന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല? എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. മറ്റു ചില ന്യൂസ് ക്ലിപ്പിങ്ങുകളും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ബാങ്കർ മരിച്ച കാര്യം പെഡസ്ട്രിയൻ ക്രോസ് ചെയ്തപ്പോഴാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഗവൺമെൻറ്റിന് ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടപ്പുണ്ട്. കേരളത്തിലാകെ 1000 പഞ്ചായത്തുകളുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു 100 സീബ്ര ക്രോസിങ്ങുകൾ ഉണ്ടാവും ആവറേജ്. ആ 100 സീബ്ര ക്രോസിങ്ങുകളിൽ ഓരോന്നിലും ഒരു ഡെയിലി വയലേഷൻ എന്നുള്ള രീതിയിൽ ഒരു 100 വയലേഷൻസ് ഉണ്ടാവും. അങ്ങനെ കേരളത്തിലെ മൊത്തം വയലേഷൻ ഒരു ദിവസം 1 കോടി വയലേഷൻസ് ഉണ്ടാവും. ഇനി ഓരോ വയലേഷനും 500 രൂപ വെച്ച് ഫൈൻ ചെയ്താൽ ഒരു ദിവസത്തെ വരുമാനം 500 കോടി. അങ്ങനെ നോക്കുമ്പോൾ ഒരു കൊല്ലത്തെ മൊത്ത വരുമാനം 1.82 ലക്ഷം കോടി. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം കടം 4.29. അപ്പോൾ ഒരു കൊല്ലത്തെ ഫൈൻ 1.82 ലക്ഷം കോടി. 3 കൊല്ലമാകുമ്പോൾ 5.47 ലക്ഷം കോടി കളക്ട് ചെയ്യാൻ പറ്റും. 3 കൊല്ലത്തെ ചെലവ് 30,000 കോടി. അങ്ങനെ നെറ്റ് ഇൻകം 5,17,000 കോടി. ഒരുപാട് പേരുടെ ജീവനും രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ മുന്നേ വെച്ച കണക്കനുസരിച്ച് കേരള ഗവൺമെൻറ് ഒരു ലോട്ടറിയാണ് ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ്, ഈ സീബ്ര ക്രോസിംഗ്. ഒരു ക്യാമറ വെച്ചാൽ, അല്ലെങ്കിൽ ജോലിയില്ലാത്ത ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ട്, അവരുടെ കയ്യിൽ മൊബൈലും ഉണ്ട്, അവർ നിർത്തിയാൽ മതി. മിനിറ്റിന് കാശ് വീഴും ഖജനാവിലേക്ക്. ഒരു ക്രോസിങ്ങിന്, ഒരു വയലേഷൻ 500 രൂപ ഫൈൻ ചെയ്താൽ ഒരു ദിവസം വീഴുന്നത് 500 കോടിയാണ്. 500 കോടി ഒരു ദിവസം. ഒറ്റ കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ കടങ്ങളെല്ലാം, ആ കൊല്ലം ഉണ്ടാക്കുന്ന കടങ്ങളെല്ലാം തീരും. 3 കൊല്ലം കൊണ്ട് ഇതുവരെയുള്ള കടങ്ങളെല്ലാം തീരും. മാത്രമല്ല, കടം തീരുന്നത് മാത്രമല്ല, ഇവിടെ ഒരുപാട് പേരുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു റോഡ് കൾച്ചർ ബിൽഡ് ചെയ്യാനും പറ്റും ഈ ഒരു കണക്ക് വെച്ച്. അപ്പോൾ ഗവൺമെൻറ്റിനോടാണ്, ഈ പെഡസ്ട്രിയൻ ക്രോസിങ്ങുകളിൽ അല്ലെങ്കിൽ സീബ്ര ക്രോസിങ്ങുകളിൽ നിങ്ങൾ ക്യാമറയോ അല്ലെങ്കിൽ ജോലിയില്ലാത്ത കുട്ടികളെ നിർത്തിയാലും മതി. ജോലിയില്ലാത്ത ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്കൊരു 20% കമ്മീഷൻ കൊടുത്താൽ അവർ ഈസി ആയിട്ട് വന്ന് നിൽക്കും. അവരുടെ വീഡിയോകൾ പോലീസിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കൊടുത്താലും മതി. എന്തായാലും ഈ അവസരം പാഴിക്കളയരുത്. ഇത് നിങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാനും പറ്റും, ജനങ്ങളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും.